എന്താ സിനിമയോട് ഇത്ര പാഷൻ? നിങ്ങളൊരു കോളേജ് അധ്യാപകനല്ലേ? ക്ലാസ് മുറിയിലെ 50-60 വിദ്യാർത്ഥികളോട് സംവദിക്കുന്നത് പോലെ അല്ലല്ലോ സാർ സിനിമ. വക്കീലിപ്പോ പറഞ്ഞ കാര്യങ്ങൾ ജനാധിപത്യത്തിന് നിരക്കുന്നല്ലോ. ഇതാണോ ജനാധിപത്യം? 100 കണക്കിന് മനുഷ്യർ റോഡിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ഒരു തടസ്സവുമില്ലാതെ താങ്കൾ സഞ്ചരിച്ച വാഹനം കടന്നു പോകുന്നു. ആ വാഹനം കടത്തിവിട്ട അതേ അണികൾ പൊതുജനങ്ങളെ മണിക്കൂറുകളോളം ബന്ദികളാക്കുന്നു. പോലീസ് അത് കൈയും കെട്ടി നോക്കി നിൽക്കും. ഞാൻ എത്ര ദിവസം മുന്നിൽ ലീവ് ചോദിച്ചാ സാർ, ലാസ്റ്റ് മിനിറ്റിൽ എന്നെ കുത്തി കയറ്റിയത്. ബാഡ്ജിന്റെ എണ്ണവും ഡിഗ്രിയുടെ എണ്ണവും കുറവാണെന്ന് വിചാരിച്ച് എന്റെ ടീമിനെ ഇത്രയും തരം താഴ്ത്തി കാണുന്നത്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് CM-ന്റെ ഒറ്റ വണ്ടികളും ടോൾ എടുത്തിട്ടുണ്ട്. ടോളിന്റെയും ടാക്സിന്റെയും നിയമം പാസ്സാക്കണ ഇവർക്ക് ഇതൊന്നും ബാധകല്ലേ? അപ്പൊ എന്റെ സംശയം, സത്യം പറയാനാണോ മീഡിയ, അതോ മീഡിയ പറയുന്നതാണോ സത്യം? ആരും കണ്ടിട്ടില്ല. ആരും തന്നെ കാണാത്തപ്പോ ആ റൂമിൽ സെക്സ് നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് കൺഫേം ചെയ്തത്? എങ്ങനെയാണ് റേപ്പ് ചാർജ് ഫയൽ ചെയ്തത്? ഒരു പെണ്ണിനെ ഒരു ചെറുക്കൻ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാ അവിടെ എന്താ നടന്നെന്ന് ഊഹിക്കാൻ പ്രയാസമൊന്നുമില്ല. മനുഷ്യനായാൽ അല്പം സദാചാര ബോധമൊക്കെ കാണില്ലേ സാറേ? സദാചാരം അന്യന്റെ സ്വകാര്യതയിലേക്ക് വലിഞ്ഞു കയറി ചെല്ലാനുള്ള ഇവന്റെയൊക്കെ ലൈസൻസിന്റെ പേരല്ല സദാചാരം. കണ്ണു കാണാത്തൊരു കുട്ടിയെ പോലും പീഡിപ്പിക്കുന്നു. നിയമം കോടതി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവനൊക്കെ ഇതിനെങ്ങനെ കഴിയുന്നു? ഇവനൊക്കെ മനുഷ്യരാണോ? നമ്മൾ വെറുതെ വിടാൻ പാടില്ല. കൈ കിട്ടിയ തല്ലിക്കൊല്ല. ഇവരൊക്കെ വധശിക്ഷ കൊടുക്കണം. തൂക്കുകയറും അങ്ങി കൊടുക്കാനല്ല കോടതികൾ. പിന്നെ എന്തിനാണ് ഈ നാട്ടിൽ കോടതികൾ? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ്, ബട്ട് ഇത്തരം കേസുകളിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസിന് മാത്രമേ തൂക്കുകയർ വിധിക്കാൻ കോടതിക്ക് അധികാരമുള്ളൂ. This is it. What are you up to? What's your intent? ഓരോ ദിവസവും മതപരമായിട്ടുള്ള സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ അടുത്ത കലാപം ഉണ്ടാക്കാനുള്ള ചർച്ച ഓരോ ദിവസവും ചാനലുകളിൽ നടക്കുന്നു. അതിനെക്കുറിച്ച് സിനിമാക്കാർക്കും പറയാനുണ്ട്. ഞങ്ങളെ മാത്രം കല്ലെറിയരുത്. നമ്മുടെ സ്വപ്നങ്ങൾ എഴുതാൻ, പ്രതിഷേധങ്ങൾ അറിയിക്കാൻ, ഫിലോസഫിയും ജീവിതത്തിലെ റിയാലിറ്റികളും പങ്കുവയ്ക്കാൻ ഓരോരോ 10,000 വേദികളിൽ കയറി നിന്ന് പ്രസംഗിക്കുന്നത് പോലെയല്ലേ സാർ നല്ലൊരു സിനിമ എടുക്കാന്ന് പറഞ്ഞാൽ? എന്ത് മിനിസ്റ്ററുടെ നിയമസഭയിൽ ഇയാളുടെ പ്രതിയാണ് അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണോ? താങ്കൾ പറഞ്ഞല്ലോ താങ്കളുടെ ജോലിയുടെ ഭാഗമാണ് ഇത്തരം റാലികളെന്ന്. അവിടെ കുടുങ്ങിക്കിടക്കുന്ന എല്ലാവരും ഓരോരോ ജോലികൾ ചെയ്യുന്നവരാണ് മിസ്റ്റർ KT ചന്ദ്രശേഖർ. താങ്കൾ ചെയ്യുന്നതിനൊപ്പമോ അതിനേക്കാൾ വലുതുമായ ജോലി ചെയ്യുന്നവർ, അവരെ തടഞ്ഞു നിർത്താൻ താങ്കൾക്ക് എന്ത് അവകാശം? യഥാർത്ഥത്തിൽ റേപ്പിന് വിധേയായ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒന്ന് പെരുമാറാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവർ പെരുമാറേണ്ടത്? അപമാനം ഭയന്ന് എല്ലാം ഉള്ളിലൊതുക്കി വിധി എന്ന് കരുതി സ്വയം ആശ്വസിച്ച് നിശബ്ദരായിരിക്കണമെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ആ ധൈര്യമാണ്, ആ വിശ്വാസമാണ് യുവർ ഓണർ ഈ നാട്ടിലെ രാഷ്ട്രീയം. ഏത് സാഹചര്യത്തെ നേരിടാനുള്ള ധൈര്യവും പറന്ന് ലോകം കീഴടക്കാനുള്ള കരുത്തും നിങ്ങൾക്ക് സ്കൂൾ ജീവിതത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. സിനിമ കണ്ട് ആരും വഴിതെറ്റാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഇവർ കാണുന്നതും ഇവർക്ക് കിട്ടുന്നതുമായിട്ടുള്ള ഇൻഫർമേഷൻസും എക്സ്പോഷറും അൺബിലീവബിൾ ആണ്. കാലം മാറി സാർ. പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അങ്ങനല്ല. അവർ വ്യക്തമായി വിളിച്ചു പറയും ആരാ, എന്താ, എങ്ങനെയാന്ന്. ഇപ്പൊ എന്നോ ക്രിയേറ്റ് ചെയ്ത ലോസിലേക്ക് വീണ്ടും വീണ്ടും പുതിയ ലോസ് ആഡ് ചെയ്യുന്നതല്ലാതെ അമെൻഡ് ചെയ്തിട്ടുണ്ടോ? പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല. ഇത് നമ്മുടെ രാജ്യമാണ്. നമ്മുടെ സാറിപ്പോ ചോദിച്ചില്ലേ എന്തിനാ സാറിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതെന്ന്? അത് സാറിന്റെ സിനിമകളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അതിൽ കച്ചവടത്തിനൊപ്പം കലയും കൂടി കാണാറുള്ളതുകൊണ്ട്.